പത്തനംതിട്ട തിരുവല്ലയിൽ പീഡനക്കേസ് പ്രതിയായ പാർട്ടി നേതാവിനെ തിരിച്ചെടുത്ത് CPIM. ലോക്കൽ കമ്മിറ്റി അംഗം സജിമോനെയാണ് തിരിച്ചെടുത്തത്. 2018 വിവാഹിതയായ സ്ത്രീയെ ഗർഭിണിയാക്കിയ കേസിലും DNA പരിശോധനയിൽ ആൾമാറാട്ടം നടത്തിയതിലും സജിമോൻ പ്രതിയാണ്. 2022 വനിതാ നേതാവിനെ ലഹരി നൽകി നഗ്ന വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച കേസിലും ഇയാൾ പ്രതിയായിരുന്നു. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. എന്താണ് ഇപ്പോൾ പാർട്ടി ഇയാൾക്ക് അനുകൂലമായ നിലപാടെടുക്കാനുള്ള കാരണം? അതായത് KK ശൈലജ, തോമസ് ഐസക്, KK ജയചന്ദ്രൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ എത്തിയെടുത്ത തീരുമാനമാണ് ഇങ്ങനെ ഒരാൾ CC സജിമോൻ പാർട്ടിയിൽ വേണ്ട, നടപടിയെടുത്ത് ഒഴിവാക്കുക എന്നത്. ആ തീരുമാനം വരെ റിപ്പോർട്ട് ചെയ്ത ജില്ലാ കമ്മിറ്റിയിൽ കൃത്യമായ രീതിയിൽ ഈ മൂന്ന് നേതാക്കളും ഉണ്ടായിരുന്നു. സ്ത്രീകളോട് ഇത്ര മോശമായി പെരുമാറുന്ന ഒരാൾ ഈ പാർട്ടിയിൽ വേണ്ട എന്നൊരു നിലപാടാണ് KK ശൈലജ കേന്ദ്ര കമ്മിറ്റി അംഗം എടുത്തത്. എന്തായാലും ആ ഒരു ഘട്ടത്തിൽ തന്നെ CPMന്റെ ഔദ്യോഗിക വിഭാഗം കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. CC സജിമോൻ ഒരു തെറ്റ് ചെയ്തതിന് കൃത്യമായ രീതിയിൽ 2022 പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് മറ്റൊരു പുറത്താക്കൽ നടപടിയിലേക്ക് പോകരുത് എന്നൊരു കർശനമായ നിർദ്ദേശം ആ ഒരു ഘട്ടത്തിൽ തന്നെ ഔദ്യോഗിക വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതായത് KP ഉദയഭാനു അടങ്ങുന്ന CPMന്റെ ഔദ്യോഗിക വിഭാഗത്തിൽ നിന്നുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും മുകളിൽ നിന്ന് വന്ന നേതാക്കൾ പുറത്താക്കണം, ഒഴിവാക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിന്നു. എന്തായാലും ഈ ഒഴിവാക്കലിനു ശേഷം ഉടൻ തന്നെ സജിമോൻ കൺട്രോൾ കമ്മീഷനെ സമീപിക്കുകയായിരുന്നു. ഈ കൺട്രോൾ കമ്മീഷനാണ് രണ്ട് നടപടി ആവശ്യമില്ല, ആദ്യഘട്ടത്തിൽ സസ്പെൻഡ് ചെയ്ത് ഒഴിവാക്കിയിരുന്നു, നിലവിൽ 2 നടപടി ആവശ്യമില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ജില്ലാ കമ്മിറ്റി ഈ വിഷയം നേരിട്ട് ഏരിയ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തു. ഇന്നലെ ചേർന്ന ഏരിയ കമ്മിറ്റി, മിനിഞ്ഞാന്ന് ചേർന്ന ഏരിയ കമ്മിറ്റി CC സജിമോനെ നിലവിൽ തിരുവല്ല തെക്ക് ലോക്കൽ കമ്മിറ്റി അംഗമായി ഉൾപ്പെടുത്തിക്കൊണ്ട് തീരുമാനമെടുത്തിരിക്കുന്നു. തിരുവല്ലയിൽ തന്നെ CPMലെ പത്തനംതിട്ടയിൽ തന്നെ വലിയൊരു വിഭാഗത്തിന് വലിയ എതിർപ്പുണ്ട്. ഈ തോറ്റ സമയത്ത് സജിമോൻ ഈ പ്രചരണത്തിന് ഇറങ്ങിയതാണ് തിരുവല്ല മേഖലയിലെ വോട്ട് കുറയാൻ കാരണമെന്ന തരത്തിൽ പാർട്ടി നേതാക്കളും പാർട്ടി അംഗങ്ങളും വരെ പോസ്റ്റ് ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതെല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഒരു പീഡന കേസിലെ പ്രതിയായ ഒരാളെ തന്നെ കൃത്യമായ രീതിയിൽ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ചുമതലയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. CPM നേതൃത്വം ഇതിന് കൃത്യമായ രീതിയിൽ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരുമെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ശരി, ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.